അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ആസ്തെറ്റിക് നേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ്തെറ്റിക് നേഴ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് നേഴ്സ് അല്ലെങ്കിൽ ലേസർ ടെക്നീഷ്യൻ, ലേസർ നേഴ്സ്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ആ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ്തെറ്റിക് ആൻഡ് ലേസർ ഇതെന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതായത് എന്താ വെച്ചാൽ നമ്മുടെ നേഴ്സിംഗ് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ ഇത് പേഷ്യൻ്റ് കെയർ, അതുപോലെ പേഷ്യൻ്റ് കെയർ അസൈൻമെന്റ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സോ ക്ലിനിക്കൽ സെറ്റിങ്ങിലോ എൻറ്റയർലി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ആസ്തെറ്റിക് ആൻഡ് ലേസർ ടെക്നീഷ്യൻ ഓർ ലേസർ നേഴ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതെല്ലാം അണ്ടറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക്കിന്റെ അണ്ടറിൽ, അതായത് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, സ്കിന്ന്, ഹെയർ, അതുപോലെ തന്നെ റിലേറ്റഡ് ടു നമ്മുടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ബോഡിയിൽ ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെന്റും നമ്മുടെ ഓരോ ഇതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഐബ്രോ അല്ലെ, ഐബ്രോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഐലാഷസ് എക്സ്റ്റൻഷൻ വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ബയോട്ടിൻ, അതുപോലെ തന്നെ സ്കിൻ റീജനറേഷൻസ്, അല്ലെങ്കിൽ ലേസർ, ഹെയർ റിമൂവല്, അങ്ങനത്തെ റിലേറ്റഡ് ടു കോസ്മെറ്റിക് എല്ലാം റിലേറ്റഡ് ടു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ബോഡിക്ക് വേണ്ടി എടുക്കുന്ന എല്ലാം അണ്ടർ അസ്തെറ്റിക്കിന്റെ അല്ലെങ്കിൽ അണ്ടർ ലേസറിന്റെ അല്ലെങ്കിൽ അണ്ടർ ലേസർ നേഴ്സ് അസുഖമായിട്ട് അങ്ങനെ ഒരു ഫീൽഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേഷ്യന്റ് കെയർ കാര്യങ്ങൾ, അതായത് നമ്മൾ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇത് കൊടുക്കുന്നതും ചെയ്യുന്നതും, അത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, ബ്യൂട്ടി ആക്കി എടുക്കുന്നതിനാണ് ഈ ഒരു ആസ്തെറ്റിക്കിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ രോഗമായിട്ടല്ല ആൾക്കാർ വരുന്നത്, അവർക്ക് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് ചെയ്യണം, ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണം, അല്ലെങ്കിൽ മൈക്രോബ്ലേഡിങ് ചെയ്യണം, ഐലാഷ് എക്സ്റ്റൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ ലേസർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ അല്ലാണ്ട് IV ഡ്രിപ്പുകൾ റിലേറ്റഡ് ടു ദ സ്കിൻ ഗ്ലോയിക്കിന്, അതായത് ഗ്ലൂട്ടതയോൺ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അന്ന് ക്ലിനിക്കിൽ വന്നിട്ട് ചെയ്യുന്നു. അതാണ് ഈ ഒരു ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്രൈറ്റീരിയ, നമുക്ക് സാധാ പോലെ തന്നെ രജിസ്റ്റർ നേഴ്സ് തന്നെ ആവണം, അല്ലെങ്കിൽ അസിസ്റ്റന്റ്, അതായത് GNMസിനും പറ്റും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്തിനാണെങ്കിലും നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആസ്തെറ്റിക്കിന്റെ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലേസറിന്റെ കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതിപ്പോ നമുക്ക് വേണമെങ്കിൽ 1 ഇയർ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ 6 മന്ത് പഠിക്കാം. യൂഷ്വലി 6 മന്ത് അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെയൊക്കെയാണ് കോഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ UAE പല സ്ഥലങ്ങളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ആ കോഴ്സിൽ ചേർന്നിട്ട് കോഴ്സ് എടുത്ത് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ലേസർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലേസർ നേഴ്സ് അല്ലെങ്കിൽ ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, DHA ലൈസൻസിന് വേണ്ടിയിട്ട്, അതായത് ആസ്തെറ്റിക് അല്ലെങ്കിൽ ലേസർ ടെക്നീഷ്യന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അതും സെയിം തന്നെ, നമ്മുടെ റിലേറ്റഡ് ടു ആസ്തെറ്റിക് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ലേസറിന്റെ റിലേറ്റഡ് കോഴ്സ് ആയിരിക്കും, വിത്ത് പ്രാക്ടിക്കൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ കോഴ്സ് എന്ത് ചെയ്യുന്നു, മീൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, എക്സാം എഴുതുന്നു. അപ്പൊ നിങ്ങൾക്ക് DHA ലൈസൻസ് കിട്ടുന്നു. ആസ്തെറ്റിക് അല്ലെങ്കിൽ ലേസർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, ലേസർ നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DHA അല്ലെങ്കിൽ DOH ഓർ ഹാദ് അല്ലെങ്കിൽ MOH, ഏതാണ് എമിറേറ്റ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അതിന്റെ അണ്ടറിലുള്ള ലൈസൻസ് കിട്ടുന്നു. അപ്പോൾ സാധാ നമുക്കൊരു ലൈസൻസ് വേണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാ ഇവിടെ വരണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ, സാധാ നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണോ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു ലൈസൻസ് നിങ്ങൾ എടുക്കുന്നു. DHA DOH അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സിന്റെ ലൈസൻസ് എടുക്കുന്നു. അല്ലാണ്ട് എക്സ്ട്രാ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇതിന്റെയും കൂടി ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ മോർ സാലറി, എക്സ്പെഷ്യലി നമുക്ക് ഹോസ്പിറ്റലിലും സാധാ ക്ലിനിക്സിനൊക്കെ കിട്ടുന്നതിനെക്കാട്ടി മോർ സാലറി നമുക്ക് ആസ്തെറ്റിക് നേഴ്സിന്, അതുപോലെ തന്നെ ഈ ഒരു ലേസർ നേഴ്സിനൊക്കെ നല്ല സാലറി നമുക്ക് കിട്ടും. മേ ബി മോർ ദാൻ 10 or 15 ഒക്കെ സാലറി കിട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 10,000 അല്ലെങ്കിൽ 8,000 എബോ, എന്തായാലും 8,000 10,000 ഇൻ ബിറ്റ്വീൻ ഫ്രഷേഴ്സിന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മോർ ദാൻ 10,000 സാലറി, അത് 50,000 വരെ 50-20 ഒക്കെ കിട്ടുന്നവരുണ്ട്. അബുദാബി അലൈൻ ആ ഏരിയയിലൊക്കെ 20, 50, 50, 80 ഒക്കെ കിട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അത്രയും ഡിമാൻഡും അത്രയും ഹൈ സാലറി കിട്ടുന്ന ഒരു
ഇതാണ് പ്രൊഫഷനാണ് ആസ്തെറ്റിക് അല്ലെങ്കിൽ ലേസർ നേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കമ്പൽസറി ആയിട്ട് ലൈസൻസ്, അതായത് ആസ്തെറ്റിക്കിന്റെ ലൈസൻസ് അല്ലെങ്കിൽ ലേസർ നേഴ്സ് ലൈസൻസും ആ കോഴ്സും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അല്ലാണ്ട് നമുക്ക് ഈ ഒരു ആസ്തെറ്റിക് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ സാലറി ഒരു 6000 to 7000 ആ റേഞ്ചിലായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ അധികവും ലൈസൻസ് ഉള്ളവരെയും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചവരെയാണ് അവർ മുൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ അത് പഠിച്ചിട്ട് ഇതാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മോർ സാലറി. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോകുമ്പോൾ ആൾക്കാർ രോഗമായിട്ട് വന്നിട്ട് അതിന് ചികിത്സ കാര്യങ്ങൾ കൺസൾട്ടേഷൻ അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഇത് നമുക്ക് രോഗമായിട്ടല്ലല്ലോ, നമ്മൾ എക്സ്ട്രാ അങ്ങോട്ട് അവർക്ക് കൊടുക്കുന്നു, മീൻസ് എക്സ്ട്രാ കെയറും കാര്യങ്ങളുമാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കുറച്ചൊരു VIP സെറ്റപ്പ്, മീൻസ് കുറച്ച് ലേസർ അതുപോലെ തന്നെ ഈ ഒരു ആസ്തെറ്റിക്കിന്റെ ഒക്കെ എന്ന് വെച്ചാൽ കെയറും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അതിന് ഇച്ചിരി ക്യാഷ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സർവീസുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെതായ ഡിമാൻഡും ക്ലയന്റിന് വേണം. അപ്പോൾ നമ്മൾ അത്രയായിട്ട് VIP കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അവർക്ക് ആ റിസൾട്ടും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ സാധാരണ ബ്ലഡ് എടുക്കുന്നതും ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് ബ്ലഡ് എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ IV ഇടുന്നതും, ക്യാനിൽ ഇടുന്നു, നമ്മൾ IV കൊടുക്കുന്നു, ഗ്ലൂട്ട കൊടുക്കുന്നു, അതുപോലെ വൈറ്റമിൻ C, ലിവർ ഡിറ്റോക്സ്, അങ്ങനെ കുറേ കോസ്മെറ്റിക് ഡ്രഗുകൾ ഉണ്ട് അവൈലബിൾ ആയിട്ട്. അപ്പോൾ അതൊക്കെ ചിലർ വന്ന് ക്ലിനിക്കിൽ നിന്ന് എടുക്കാറുണ്ട്. അത് വീക്കിലി എടുക്കുന്നവരുണ്ട്, മന്ത്ലി എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് എടുക്കുന്നു, നമ്മൾ ക്യാനിൽ ഇടുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലാത്ത കാര്യങ്ങൾ കുറേ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, അസിസ്റ്റ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന പ്രൊസീജിയറിലെ ഹെൽപ്പും കാര്യങ്ങളും ചെയ്യുന്നു. അല്ലാണ്ട് ഹെയർ റിമൂവൽ, പിന്നെ അതുപോലെ തന്നെ ലേസർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ ചെയ്യുന്നു. അങ്ങനെ കുറേ ഈ ആസ്തെറ്റിക്കിന്റെ അണ്ടറിൽ കുറേ പ്രൊസീജിയറുകളും കുറേ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും റിലേറ്റഡ് ടു സ്കിന്നിന്, ഹെയറിന് കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതാണ് ഈ ഒരു ആസ്തെറ്റിക് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം എളുപ്പമാണ്. ഇപ്പോൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ച നമുക്കിപ്പോൾ ഈ ഒരു ആസ്തെറ്റിക്കിന്റെ പഠിക്കാനായിട്ട് വലിയ ഡിഫിക്കൾട്ട് ഒന്നുമില്ല. നമുക്ക് ഒരു ക്രാഷ് കോഴ്സിൽ അല്ലെങ്കിൽ ഒരു 1 month കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതി പാസ്സാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാനും പറ്റും. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പഠിക്കാനായിട്ട്. അതായത് നാട്ടിലെ ഒരു 1 lakh ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ട് ഫീസാണ് അവർ ഈടാക്കുന്നത്. പിന്നെ നമ്മൾ DH എടുക്കുന്ന ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ പോലെ തന്നെ DHO, DOHO, RMOH ലൈസൻസ് എടുക്കുന്നത് സെയിം തന്നെ. ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അല്ലാത്തത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, DH ലൈസൻസ് എടുക്കാം കേട്ടോ, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളതിന്. അപ്പോൾ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിനേതായിട്ടുള്ള ഒരു ഇൻകം നമുക്ക് അതിന് കിട്ടും. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ആസ്തെറ്റിക് നേഴ്സിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, എന്താണ് അവിടെ നടക്കുന്നത്, അതിൻ്റെ സാലറി, സ്കോപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല സ്കോപ്പുള്ളൊരു ജോബോ ഓഫറുള്ളൊരു ഫീൽഡ് തന്നെയാണ് ആസ്തെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എവിടെയെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലി ഇല്ലാണ്ട് UAE കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ എക്സ്ട്രാ ആയിട്ടൊരു എന്തെങ്കിലും എക്സ്ട്രാ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർ ചാൻസ് ടു ഗെറ്റ് ദ ജോബ് ആൻഡ് മോർ സാലറി ആൾസോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.